അഹങ്കാരികളായിട്ടുള്ള പെൺകുട്ടികളോടാണ് ബീങ് അഹങ്കാരി ഈസ് നോട്ട് ദാറ്റ് ബാഡ്. എൻ്റെ ലൈഫിൽ അഹങ്കാരി ആയതുകൊണ്ട് മാത്രം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള സുഖങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. മോളുടെ പഠിത്തം കഴിയാറായോ, മോൾക്ക് ജോലി കിട്ടാറായോ, മോൾക്ക് എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ ആഗ്രഹം, കല്യാണപ്രായമായില്ലേ, കല്യാണം കഴിക്കുന്നില്ലേ, കല്യാണം ആലോചിക്കട്ടെ എന്നുള്ള സ്ഥിര ചോദ്യങ്ങളൊന്നും ആളുകൾ എന്നോട് ചോദിക്കാറില്ല. ബിക്കോസ് ഐ എം അഹങ്കാരി. വെറുതെ ഇരിക്കുന്ന എന്നെപ്പറ്റി ആവശ്യമില്ലാത്ത എക്സ്പെക്റ്റേഷൻസ് കൂട്ടിക്കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി എൻ്റെ അടുത്ത് ചർച്ച ചെയ്യാൻ വരാറില്ല. ബിക്കോസ് ഐ എം അഹങ്കാരി. കുടുംബത്തിലെയോ നാട്ടിലെയോ വീട്ടിലെയോ മറ്റുള്ളവരെ കുറ്റം ആളുകൾ എൻ്റെ അടുത്ത് പറയാൻ വരാറില്ല. ബിക്കോസ് ഐ എം അഹങ്കാരി. മറ്റുള്ളവരെ പറ്റിയോ എന്നെ പറ്റിയോ ബോഡി ഷെയിം ചെയ്ത ആളുകൾ എന്നോട് സംസാരിക്കാറില്ല. ബിക്കോസ് ഐ എം അഹങ്കാരി. എൻ്റെ ബോയ്സ് ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലും പോയിട്ട് ടൂ വീലറിൽ വീടിൻ്റെ വാതിക്ക വന്നിറങ്ങുന്ന സമയത്ത് നീ ആൺകുട്ടികളുടെ കൂടെയാണോ ടൂ വീലറിൽ കറങ്ങുന്നത്, ഈ കുടുംബത്തിൻ്റെ മാനം പോയില്ലേ, കല്യാണത്തിന് മുന്നേ ഇതൊക്കെ തെറ്റല്ലേ എന്നുള്ള ഡയലോഗുകൾ എന്നോട് ആരും അടിക്കാൻ വരാറില്ല. ബിക്കോസ് ഐ എം അഹങ്കാരി. പെൺകുട്ടികളായ അടക്കത്തിലും ഒതുക്കത്തിലും നടക്കണം, വീട്ടിൽ കാലുമേ കാല് കയറ്റി വെച്ചിരിക്കാൻ പാടില്ല, ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം, കുക്ക് ചെയ്യണം, ഇങ്ങനെ നിൽക്കണം അങ്ങനെ നിൽക്കണം, അമ്മയെ സഹായിക്കണം, വീട് തൂക്കണം, വീട് തുടയ്ക്കണം, പിള്ളേരെ നോക്കണം, പിള്ളേരെ വളർത്തണം, കുടുംബത്തെ നോക്കണം, കുടുംബത്തിലെ വിളക്കാണ് സ്ത്രീ എന്നുള്ള ഡയലോഗുകൾ എന്നോട് ആളുകൾ പൊതുവെ അടിക്കാൻ വരാറില്ല. ഞാനൊരു അഹങ്കാരി ആയതുകൊണ്ടും ആളുകൾ എന്നോട് അതിനെപ്പറ്റി സംസാരിക്കാനേ വരാറില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അഹങ്കാരിയായിട്ടും തൻ്റെടിയായിട്ടും മറ്റുള്ളവരുടെ കണ്ണിൽ ചിത്രീകരിക്കപ്പെടുന്നത് വലിയ തെറ്റുള്ള കാര്യമല്ല. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ബീങ് അഹങ്കാരി ഈസ് നോട്ട് ദാറ്റ് ബാഡ്.